ഹായ്. നഹാസ് നാസർ സംവിധാനം നിർവഹിച്ച് ആസിഫ് അലി, സുരാജ് വെഞ്ഞാറമൂട് കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ആഡിയോസ് അമീഗോസ്. അപ്പം നമ്മളിന്ന് സംസാരിക്കുന്നത് ആഡിയോസ് അമീഗോസിനെ പറ്റിയാണ്. അപ്പം നേരെ റിവ്യൂയിലേക്ക്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, മൊത്തത്തിലൊരു ഫൺ എലമെൻ്റാണ് ഈ പടം. തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ഫൺ രീതി കഥ പറയുകയാണ് ആഡിയോസ് അമീഗോസ്. ചിത്രത്തിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന അതേ പാറ്റേണിലൊക്കെ വരുന്ന സ്റ്റോറിയാണ് ഇതിൻ്റെത്. ഇതിൻ്റെ ഭൂരിഭാഗവും കഥ നടക്കുന്നത് ഒരു ബസ്സിലാണ്, ഒരു ട്രാവലിങ്ങിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. അതിൽ സുരാജ് വെഞ്ഞാറിൻ്റെ ക്യാരക്ടറും അതുപോലെ തന്നെ നമ്മുടെ ആസിഫ് അലി അവതരിപ്പിക്കുന്ന കഥാപാത്രവും കൂടെ കണ്ടുമുട്ടുന്നിടത്താണ് ഈ ഒരു സിനിമയുടെ കഥ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് കഥാപാത്രങ്ങൾക്കിടയിലും ചില പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഒരു ക്യാരക്ടർ ഒരു പണക്കാരനായ വ്യക്തിയും വേറൊരു ക്യാരക്ടർ ആവറേജ് രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അതായത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ പോകുന്ന ഒരു രീതിയിലുള്ള ഒരു നടനും കൂടിയാണ് സുരാജ് വെഞ്ഞാറമൂട് ചെയ്യുന്ന കഥാപാത്രം. സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ ആക്ച്വലി ഒരു സ്ഥിരം ക്ലീശ സാധനങ്ങളിലേക്ക് നിന്ന് വിട്ടുപിടിച്ചാണ് നഹാസ് നാസർ കഥ പറയുന്നത്. കാരണം സൂപ്പറായിട്ടുള്ള രീതിയിൽ വ്യത്യസ്ത രീതിയിൽ കഥ പറയുന്നുണ്ട്. അത് നമ്മൾ കണ്ട സാധനത്തെ ഒരു വെറൈറ്റി രീതിയിൽ, അതായത് ഈ ഹ്യൂമർ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം ആസിഫ് അലി എന്ന് പറയുന്ന നടനെ സ്ഥിരം സീരിയസ് ക്യാരക്ടർ ചെയ്തു വരുന്ന ഒരു ആക്ടറാണ് ആസിഫ് അലി. സുരാജിലെ വെഞ്ഞാറമൂടിലേക്ക് വരുമ്പോൾ അദ്ദേഹവും ഇപ്പോൾ സീരിയസ് ക്യാരക്ടർ ചെയ്യുമെങ്കിലും നേരത്തെ അദ്ദേഹം ഒരു ഫൺ ആക്ടറായിരുന്നു, അതായത് ഫൺ രീതിയിലുള്ളത് അവതരിപ്പിക്കുന്ന ഒരു ഹ്യൂമർ ആക്ടറും കൂടിയായിരുന്നു സുരാജ് ഏട്ടൻ. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഒരു ഫണ്ണ് സാധനം കൊടുത്താൽ അദ്ദേഹം എങ്ങനെ ആക്ട് ചെയ്യും, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ സൂപ്പറായിട്ട് തന്നെ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആസിഫ് അലിയുടെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ, ആസിഫ് അലിയെ പണ്ടൊക്കെ നമ്മൾ സ്ഥിരം കോമഡി സീൻസുകളിലൊക്കെ സൂപ്പറായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിലെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് 100% അടിപൊളിയായി തന്നെ ആസിഫ് അലി പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതാ ആസിഫ് അലിയുടെ പടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ കുറേ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ആസിഫ് അലിക്ക് ഒരു കഷ്ടകാലം പിടിച്ച ദിവസമായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ആസിഫ് അലിയുടെ ഒരു തിരിച്ചു വരവെന്ന് തന്നെ പറയാം. ഇപ്പം ആസിഫ് അലിയുടെ തിരിച്ചു വരവെന്ന് തന്നെ അറിയാം. ഈ രണ്ട് സിനിമകളും, അതായത് തലവൻ, ലെവൽ ക്രോസ്, അതിനുശേഷം ഇപ്പോൾ ആഡിയോസ് അമീഗോസ്, ഈ ചിത്രങ്ങളിൽ വരുമ്പോൾ തന്നെ, ഈ ലാസ്റ്റ് പടത്തിലേക്ക് വരുമ്പോൾ തന്നെ എടുത്തു പറയാം അദ്ദേഹത്തിൻ്റെ ഒരു റേഞ്ച് എന്താണ്. അത്യാവശ്യം സൂപ്പറായിട്ട്, അതായത് ക്യാരക്ടർ വളരെ വ്യത്യസ്ത രീതിയിൽ തന്നെ ആസിഫ് അലി പെർഫോം ചെയ്യുന്നുണ്ട്, കൂടെ സുരാജ് ഏട്ടൻ. പിന്നെ ഇതിൽ നായികയായിട്ട് എത്തിയിട്ടുള്ള അനഘ എന്ന് പറയുന്ന നായികയാണ്. അവരുടെ വലിയ രീതിയിലൊന്നും എനിക്കത് കിട്ടില്ല, വലിയൊരു ഗുമ്മൊന്നുമില്ല, അത്യാവശ്യം ജസ്റ്റ് ഒരു കണ്ടോണ്ടിരിക്കുക. വലിയ നായികയ്ക്കൊന്നും വലിയ പ്രാധാന്യമില്ല, എങ്കിലും ഈ രണ്ട് കഥാപാത്രങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരു രീതിയിൽ കഥ പറയുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു ഫൺ രീതിയിൽ, വ്യത്യസ്ത രീതിയിൽ, വ്യത്യസ്ത തലത്തിൽ കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ്. പിന്നെ മ്യൂസിക് ഗോപി സുന്ദറാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. മ്യൂസിക്കിൻ്റെ കാര്യം പറയാലോ, അത്യാവശ്യം ഒരു ഗുമ്മം കിട്ടുന്നത് നമ്മുടെ ശ്യാമിൻ്റെ അത്രയും ഉള്ളൊരു ഗുമ്മ ഈ മ്യൂസിക് കേട്ടപ്പോൾ എനിക്ക് കിട്ടില്ല. കാരണം ഗോപി സുന്ദറിനെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു മ്യൂസിക്കാണ്. അത്യാവശ്യം ഈ പഴയ ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. അത്യാവശ്യം ഒരു ന്യൂജൻ സാധനം വരുന്നുണ്ട്, എങ്കിലും വലിയൊരു ഫീൽഡപ്പ് തരാൻ ഇതിൻ്റെ മ്യൂസിക്കിന് സാധിച്ചിട്ടില്ല. പിന്നെ ഈ സിനിമ അത്യാവശ്യം നല്ല എൻഗേജ്ഡ് ആണ്, ഫാമിലി ഓഡിയൻസിനൊക്കെ സൂപ്പറായിട്ട് പോയിരുന്ന് കാണാം, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല രീതിയിലുള്ള ഫൺ എലമെൻറ്റ്സ് ഉണ്ട്, ഹ്യൂമറൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. ഫസ്റ്റിൽ തന്നെ ഒരു ഹ്യൂമർ രീതി പോയി അവസാന രംഗം ഒരു സീരിയസ് രീതി കഥ പറയുന്ന ഒരു സിനിമയും കൂടിയാണ് ആഡിയോസ് അമീഗോസ്. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്ത പാറ്റേണിൽ ഈ സിനിമ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. അതായത് ഞാൻ ഇന്ന് ഈ സിനിമ കാണണമെന്ന് വിചാരിച്ചില്ല, കാരണം ഇന്ന് ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അനൂപ് മേനോൻ്റെ ചെക്ക്മേറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ. അതുപോലെ തന്നെ ധ്യാൻ്റെ സൂപ്പർ സിംഗാടി വെറുതെ തിയേറ്ററിൽ നിന്ന് പോയി, കാരണം ഫസ്റ്റ് ഡേ തന്നെ ഒന്നുമില്ല, പടത്തിന് ആൾ പോലും ഇല്ല. അതുപോലെ തന്നെ ഇന്ന് റിലീസ് ചെയ്യുന്ന ചില സിനിമകളുടെയൊക്കെ റിലീസ് ഇന്ന് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില സിനിമകളുടെ റിലീസിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ കുറേ പടങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നല്ല പടങ്ങളൊക്കെ ഉണ്ട്, നല്ല പടങ്ങളും റിലീസ് ചെയ്യാനുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഭാവന നായികയായിട്ടുള്ള ഹൊറർ മൂവിയായ ഹണ്ട്, അത് റിലീസിന് ഇന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് എന്തോ സാഹചര്യത്താൽ അതിൻ്റെ റിലീസ് മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും ഒരുപാട് പടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ചെറിയ ഫൺ പടങ്ങളൊക്കെ ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് സീരിയസ് കഥ പറയുന്ന സിനിമകളാണ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതുപോലെ ഫണ്ണ്, അത് ആസിഫ് അലി അല്ല സുരാജ് വെഞ്ഞാറമൂട് എന്നീ ക്യാരക്ടറെയൊക്കെ വ്യത്യസ്ത തലത്തിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് സ്ക്രീനിൽ കാണാം. എന്തായാലും വലിയ സംഭവം എന്നൊന്നും പറഞ്ഞ് തിയേറ്ററിലേക്ക് വരരുത്, കാരണം നിങ്ങളെ നിരാശപ്പെടുത്തും. ചെറിയ ഒരു സാധനം, അതായത് ഒരു ഫണ്ണ് സാധനം, നിങ്ങൾ ആസിഫ് അലി അല്ലെങ്കിൽ സുരാജേട്ടനിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ സിനിമയിൽ നിന്നും, ആ ഒരു സാധനം കിട്ടണമെങ്കിൽ നിങ്ങൾ വന്നിരുന്ന് പടം സൂപ്പറായിട്ട് എൻഗേജ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പടം എൻഗേജ് ചെയ്യത്തില്ല. നിങ്ങൾ എത്തരത്തിൽ കാണുന്ന ഒരാൾ, അതായത് ഒരു ഹ്യൂമർ സാധനം അത് അതേപോലെ കാണുന്ന ഒരാൾ തീർച്ചയായിട്ടും ഈ സിനിമ വളരെ രീതിയിൽ സൂപ്പറായി എൻഗേജ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അപ്പം പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.